കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലും സമീപനങ്ങളിലും പ്രതിഷേധിച്ചാണ് താൻ BJP വിട്ടുപോകുന്നതെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ദാറുൽ ഹുദ ജൂബിലിയുടെ ഭാഗമായി നിലമ്പൂരിൽ സംഘടിപ്പിച്ച മാനവ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ, മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ മുസ്ലിങ്ങൾ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് നിന്ദ്യമായ, ഹീനമായ നുണപ്രചരണം നടത്തിയ എന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ശരിയായില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ്. ഞാൻ ആദ്യം ആ പാർട്ടിയിൽ നടപടി നേടാണ്ടായിട്ട്. ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് വേർതിരിച്ച് പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല. ഈ ബഹുസ്വര സമൂഹത്തിൽ അങ്ങനെ ചെയ്യരുത്. വികാരമല്ല, വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് എന്ന് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കിന്ന് ലജ്ജയുണ്ട്. സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് എനിക്കത് പിൻവലിക്കേണ്ടി വരും. എനിക്കത് ഭയമായിരുന്നു. കാരണം ഒരു ചെകുത്താൻ കോട്ടയ്ക്കകത്താണ് നിൽക്കുന്നത്. ജയിലിനകത്ത് കിടക്കുമ്പോൾ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് കേട്ടേ മതിയാവും, ഇല്ലെങ്കിൽ 2 കൂടുതൽ കിട്ടും, വൈകുന്നേരം ഭക്ഷണം കിട്ടില്ല. ആ അവസ്ഥയായിരുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങൾ മുഴുവൻ മയക്കുമരുന്ന് കച്ചവടക്കാരും മതതീവ്രവാദികളുമാണെന്നും 3000 കോടിയുടെ ആയുധം കണ്ടെത്തി, മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ്, അവരെ അപരവൽക്കരിക്കുകയും അന്യവൽക്കരിക്കുകയും ചെയ്യരുത്, അവരെയും ചേർത്ത് പിടിക്കണം, അവരും ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞയാളാണ് ഞാൻ. അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടയാൾ. ശത്രുപക്ഷത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ചരിത്ര നിർമ്മിതിയാണ് ഇവിടെ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഇതര വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും നുണപ്രചരണത്തിലൂടെ അപരവത്കരിക്കുന്നതെന്നും പറഞ്ഞതിനാണ് തനിക്കെതിരെയുള്ള ആദ്യ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. സജീവൻ രചിച്ച ഒരു അമുസ്ലിമിന്റെ പ്രിയപ്പെട്ട ഇസ്ലാം എന്ന ഗ്രന്ഥം വേദിയിൽ വെച്ച് ഓണംപള്ളി മുഹമ്മദ് ഫൈസി സന്ദീപ് വാര്യർക്ക് കൈമാറി. മാനവ സംഗമത്തിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ തോമസ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി, DCC മലപ്പുറം പ്രസിഡന്റ് VS ജോയ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, SYS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി, സാദ് ഫൈസി ചുങ്കത്തറ, യാഖൂബ് ഫൈസി, TP സലീം എടക്കര, ഹാദിയ ജനറൽ സെക്രട്ടറി ഡോക്ടർ KT ഹാരിസ് ഹുദവി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ അൻവർ ഷാഫി ഹുദവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.